ന്യൂ മൂണാണ്. ന്യൂ മൂൺ മെസ്സേജ് നിങ്ങൾക്ക് എന്താണെന്ന് നോക്കാം. ആദ്യമായി വരുന്നിരിക്കുന്നത് എ ഫിയറി ക്ലൈമാക്സ് അപ്രോച്ചസ് എന്നാണ്. ഫുൾ മൂൺ ഇൻ ഏരീസ്. കുറച്ച് നാളായി എന്തോ ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിനൊരു റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതൊരു പീക്കിലോട്ട് എത്താൻ പോവുകയാണെന്നാണ് പറയുന്നത്. വളരെ എനർജറ്റിക്കായ എക്സൈറ്റിംഗ് ആയ ഒരു ക്ലൈമാക്സിലോട്ടാണ് അത് എത്തുന്നത്. ഇമോഷൻസ് കുറച്ച് ഹൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ദേഷ്യം വരാനോ ഇമോഷണൽ ആവാനോ ഒക്കെ ഒരു സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ എന്ത് തന്നെ വന്നാലും ആ ഇമോഷണൽ ബാലൻസ് കൈവിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ, ന്യൂ മൂൺ ഇൻ അക്വാരിയസ്. അപ്പോൾ അതാണ് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടു എ ഫിയറി ക്ലൈമാക്സ് അപ്രോച്ചസ് എന്ന് പറഞ്ഞു, ഇമോഷൻസ് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയാലും നമുക്ക് അതൊന്ന് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മളത് അല്പം സ്നേഹത്തോടു കൂടി, ഓപ്പണായിട്ടുള്ള ഹൃദയം തുറന്നുള്ള സ്നേഹത്തോടു കൂടി അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ പൊതുവേ പറയുന്നത് അക്വാരിയസ് എന്ന് പറയുമ്പോൾ പ്രോഗ്രസ്, അതുപോലെ മോഡേണിറ്റി അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു സമയമാണ്. അത് ന്യൂ മൂണാണ്. അപ്പോൾ പുറകിലോട്ട് തിരിഞ്ഞ് നോക്കട്ടെ. പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുക വേണ്ട, മുന്നോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. എന്തോ ഒരു മാറ്റം വരാനുണ്ട്, അത് പെട്ടെന്ന് വരാനും സാധ്യതയുണ്ട്. പിന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ് ആൻഡ് മൂവ് ഫോർവേഡ്. അതാണ് ഈ കാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മീനിങ്. അടുത്തായി ലഭിച്ചിരിക്കുന്നത് വെയിനിങ് മൂൺ, വാട്ട് ഡു യു നീഡ് ടു റിലീസ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് തന്നെയാണ്. എന്തോ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് എന്തൊക്കെയോ കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ, അനുഭവങ്ങൾ നിങ്ങളെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു ഭാരമാണ്, ഒരു ബാഗേജാണത്. ചിലപ്പോൾ പഴയ ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില വേദനാജനകമായ ചില കാര്യങ്ങളായിരിക്കാം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ റിലീസ് ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ കാലുമ കല്ല് കെട്ടിയ മാതിരി നിങ്ങൾക്കത് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ഭാരമായിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് പാസ്റ്റിനെ മുഴുവനായും റിലീസ് ചെയ്യുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ നമുക്ക് ശ്രമിച്ചാൽ പറ്റാത്ത കാര്യമല്ല. പ്രത്യേകിച്ച് ന്യൂ മൂണാണ്, പുതിയ തുടക്കങ്ങളാണ്. കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച്. കൺഫർമേഷനാണ്. നമ്മൾ നേരത്തെ കണ്ടു ഒരു ഫിയറി ക്ലൈമാക്സ് അപ്രോച്ചസ് എന്ന് കണ്ടു. ഫുൾ മൂൺ എക്ലിപ്സ് ആണ്. അപ്പോൾ കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച്. എന്ത് തന്നെ ആയാലും നമുക്ക് ഏത് സിറ്റുവേഷൻ ആയാലും നമുക്ക് പ്രശ്നങ്ങളായിരിക്കാം, കൺഫ്യൂസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും, എന്ത് തീരുമാനം എടുക്കുന്ന പറ്റാണ്ട് നമ്മൾ നീട്ടി കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചില ബന്ധങ്ങൾ നിൽക്കണോ അതോ വിടണോ എന്നൊക്കെ ആലോചിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചിലപ്പോൾ ജോലിയുടെ കാര്യമായിരിക്കാം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ തുടർന്ന് പോകണോ അത് വിട്ടു പോകണോ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായി തന്നെ ഒരു തീരുമാനം എടുത്ത് അതിനൊരു അവസാനം അടുത്ത് തന്നെ ഉണ്ടാവും. അടുത്ത ന്യൂ മൂണിന് മുന്നേ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് പറയുന്നത്.